നമസ്കാരം, ഈക്വൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എല്ലാവരും കുറച്ചൊക്കെ ടെൻഷനിലാണെന്ന് അറിയാം. നന്നായിട്ട് പ്രിപ്പറേഷനൊക്കെ നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ CPO-IRB WCP എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് 1-2 വീഡിയോസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും കാണാത്ത ആളുകൾ അത് പോയി കാണുക, നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പറയാൻ പോകുന്നത് കുറേയധികം ആളുകൾ നന്നായി കവർ ചെയ്തിട്ടുണ്ടാകും. ചില ആളുകൾക്ക് ഇനിയും എന്താണ് എങ്ങും എത്താത്തൊരു ഫീൽ, ഏകദേശം സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ തീർത്തിട്ടുണ്ടാവും. എന്നാലും ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും, എങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് മാർക്സ് എവിടെ നിന്നെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കുറച്ച് മാർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കിട്ടുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് SCRT ഈ പറയുന്ന പുസ്തകങ്ങളിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ചാപ്റ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ മാറി ആരും അറിയില്ല. അതിനകത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്, 6, 8, 10 എന്തായാലും മാറ്റം എന്തായാലും ഇത്തവണത്തെ എക്സാമിന് ഉണ്ടാവില്ല. ബാക്കി 8, 10 നിങ്ങൾ ആൾറെഡി പഠിച്ച കഴിഞ്ഞ വട്ടത്തെ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ 5, 7, 9 അതിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്കിപ്പ് ചെയ്യാണ്. കാരണം 5ൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ അങ്ങോട്ട് വരുന്ന വലിയ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലും. പക്ഷേ എനിക്ക് ഇന്ന് മൊത്തം ആ പുസ്തകങ്ങൾ എടുത്ത് വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ നോക്കി എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കോർ ഫോക്കസ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ എക്സാമിന് ചോദ്യം വരാൻ സാധ്യതയുള്ള മിക്ക പാഠഭാഗങ്ങളും നമ്മുടെ SCRT പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ടോപ്പിക് ഹെഡിങ്ങോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു മനസ്സിലാവുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് PSC എപ്പോഴും ഇത്തരത്തിൽ പരീക്ഷകളിൽ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് SCRT പുസ്തകങ്ങളെ തന്നെയാണ്. അപ്പോൾ നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട SCRT പാഠഭാഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഭയങ്കര പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ മോക്ക് ടെസ്റ്റ് വാങ്ങാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് വാങ്ങുക. 25 മോക്ക് ടെസ്റ്റ് വെറും 99 രൂപ മാത്രമേ ഉള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ ഐഡിയ നിങ്ങൾ റോങ് ആയിട്ട് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ദയവ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു മോക്ക് ടെസ്റ്റ് വാങ്ങിയിട്ടത് വായിച്ച് നോക്കിയാൽ മതിയോ എന്നതിനോട് വീണ്ടും ചോദിക്കുകയാണ് മക്കളെ. അതല്ല മോക്ക് ടെസ്റ്റ്, അതിനു വേണ്ടിയും അല്ല ഈക്വൽസ് മോക്ക് ടെസ്റ്റ് ഇറക്കുന്നത്. മറ്റു ആളുകൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു OMR ഷീറ്റ് എടുത്ത് 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടെത്താനാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആവശ്യത്തിലധികം ഇല്ലേ, പിന്നെ എന്തിനാ ഒരു മോക്ക് ടെസ്റ്റ്? അതിൻ്റെ ആവശ്യമില്ല. അതിനല്ല മോക്ക് ടെസ്റ്റ്. 1.25 മണിക്കൂർ എടുത്തുകൊണ്ട് തന്നെ അത്രയും സമയം ചിലവാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു 500 എന്ന് പറയുമ്പോൾ 600 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 149 രൂപയാണ്. അത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ ടോപ്പിക് കൃത്യമായിട്ട് എല്ലാ സെക്ഷനും ഉൾപ്പെടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ മോക്ക് ടെസ്റ്റും സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഇപ്പോൾ കോംബോ ഓഫറായിട്ട് 199 രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലെ SCRT പുസ്തകമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. SCRTയിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ആദ്യം നോക്കുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സിലബസ് ആണോ, ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൽ നമ്മുടെ മുഗളന്മാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം, സൂഫി പ്രസ്ഥാനങ്ങൾ, ഭക്തി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഈ ക്ലാസ് 7ലെ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. നോക്കി വെക്കുക. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് 20 മിനിറ്റ് ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല എന്നറിയാം. കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ കൂടുതൽ സമയം എടുത്തു. പെട്ടെന്ന് തീർക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ചാപ്റ്റർ മാത്രം കേൾക്കുക. അതിൽ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ബെയർ മിനിമം അതെങ്കിലും നോക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് വിജയനഗരം, സൂഫി പ്രസ്ഥാനങ്ങൾ, ഭക്തി പ്രസ്ഥാനമായ കുറച്ച് പോയിന്റുകളുണ്ട്. നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് 7 അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഇന്ത്യയിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ജ്യോതിറാവ് ഫൂലെ, പിന്നെ പണ്ഡിത രമാബായി, പൊന്നൻ ലൂക്കോസ്,
നമ്മുടെ നാഞ്ചിയമ്മ, നിലമ്പൂർ ആയിഷ തുടങ്ങിയ കുറെ ആളുകളുടെ പേരുകൾ വരുന്നുണ്ട്. അവരെക്കുറിച്ച് കൃത്യമായിട്ട് വായിച്ചിരിക്കുക എന്നുള്ളതാണ് ആ ചാപ്റ്റർ പഠിക്കാനുള്ള റീസൺ. പിന്നെ വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി കൊടുത്തിട്ടുണ്ട്. അത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ബൂവർ വാർസ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. എന്നാൽ നോക്കിയോ, മഹാത്മാഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കുറെ ദക്ഷിണാഫ്രിക്കയിലെ കുറെ സമരങ്ങൾ, ഇങ്ങനെ കുറെ പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോകും കേട്ടോ. ഇനി അടുത്തത് ക്ലാസ് 9 ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ജൈനമതം, ബുദ്ധമതം, മൗര്യ സാമ്രാജ്യം, ഇതുമായി ബന്ധപ്പെട്ട് കുറെ പോയിന്റുകൾ അതിനകത്തും വരുന്നുണ്ട്. ആ പോയിന്റുകൾ കുറച്ചൊക്കെ ടേബിളിലാക്കിയും വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വായിച്ചു പോവുക. പിന്നെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറേ അധികം കൃതികളും അതിന്റെ കർത്താക്കളും, അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും മുകളും ഈ പറയുന്ന ഗുപ്ത പീരീഡിൽ വരുന്ന അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികളൊക്കെയാണ് വരുന്നത്. അതൊന്ന് നോക്കി വെക്കുക. ടേബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഓർമ്മയിൽ ടേബിൾ ആണ്. ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ആ കൃതികൾ കുറേ ഉണ്ട്, അത് എഴുതിയ ആളുകളുണ്ട്, നോക്കി വെക്കുക. പിന്നെ ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്ന് പറയുന്ന ക്ലാസ് 9 തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഈ ചാലൂക്യന്മാര് ചോളന്മാരുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് അവിടെയും വരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഔട്ട് ഓഫ് സിലബസ് ആണ്. പക്ഷേ മക്കളെ, ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും SCRT നിന്ന് വരാനാണ് സാധ്യത. അതുകൊണ്ട് അതുകൂടി നോക്കി വെക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി അത്രയും കഴിഞ്ഞോളൂ. ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാണ് വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് തംബ്നെയിലിൽ പറയുന്ന കണക്കാണ്, നിങ്ങൾ ഈ പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബെയർ മിനിമം 15 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഈ പറയുന്ന പോയിന്റെങ്കിലും നിങ്ങൾ നോക്കി പോകുക. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് 7 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് കൂടെ അധികം കണ്ടെത്തി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം ഞാൻ ഇത്തവണ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭരണഘടനാ സവിശേഷതകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ക്ലാസ് 9 വരുമ്പോൾ ആ പോയിന്റ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന്റെ വലിയ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ആ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ ക്ലാസ് 7 അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ക്ലാസ് 9 പോകാവുന്നുള്ളൂ. അപ്പോൾ ക്ലാസ് 7 ആ ചാപ്റ്ററിലേക്ക് കൂടുതൽ നിങ്ങൾ പോകണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ക്ലാസ് 7 തന്നെ മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. ജനങ്ങൾക്കാണ്, അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് നമ്മുടെ വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കമ്മിറ്റികൾ, അശോക് റായ്, നമ്മുടെ ബൽവന്ത് റായ് മേത്ത, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കമ്മിറ്റി ഉണ്ടല്ലോ, അങ്ങനെയുള്ള കമ്മിറ്റികളെ കുറിച്ച്, പിന്നെ 73, 74 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, അതിന്റെ ഭേദഗതികളെ കുറിച്ചും ഈ പറയുന്ന ചാപ്റ്ററിൽ അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇനി ക്ലാസ് 9 വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് കുറെ പോയിന്റുകളാണ് പറയുന്നത്, ലിസ്റ്റുകൾ പറയുന്നുണ്ട്, ഒരു ബില്ല് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, മന്ത്രിസഭയുടെ കുറെ പവറുകൾ എന്താണ് ചെയ്യേണ്ടത്, കോടതികളുടെ കുറെ സവിശേഷതകൾ, ഇത്രയും പോയിന്റുകൾ. ഇതല്ലാതെ വേറെ പോയിന്റുകളുണ്ട്. ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന പോയിന്റുകളാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഈ പോയിന്റ് ഞാൻ പറയുന്ന പോയിന്റുകളെല്ലാം നോട്ട് ചെയ്തോണം. ഇത്രയും പോയിന്റുകൾ ആ ചാപ്റ്ററിലുണ്ട്, അത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളോട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് ഈ കൊടുത്തിരുന്നത്. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, അങ്ങനെ പറ്റാവുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മീഷനുകൾ അതിനകത്തുണ്ട്, നോക്കി വെക്കുക. അതിലെ പോയിന്റുകളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എക്സ്ട്രാ 2 പോയിന്റ് നിങ്ങൾ റാങ്ക് ഫയൽ കൂടി വെച്ചുകൊണ്ട് വേണം SCRT വായിക്കാൻ. SCRT വായിക്കുക, എക്സ്ട്രാ പോയിന്റ് റാങ്ക് ഫയലിൽ നിന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ ക്ലാസ് 9. ഇനി അടുത്തത് ജിയോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിൽ, ആദ്യം ഞാൻ പറയുന്ന 7ാം ക്ലാസ്സും പിന്നെ പറയുന്ന 9ാം ക്ലാസ്സും ആയിരിക്കും. നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിലുണ്ട്. അതിനകത്ത് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കി റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ. നമ്മുടെ ഭൂമി, അന്തരീക്ഷ ഘടന എന്നീ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത്, അന്തരീക്ഷ ഘടനയും ഭൂമിയുമായുള്ള ഘടനയും അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റോസ്ഫിയർ ആസാനങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ നോക്കണം കേട്ടോ, ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ബെയർ മിനിമം ആണ് നോക്കണം. പിന്നെ ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളുണ്ട്. പുതിയ ഇൻഡെക്സ്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഉണ്ടല്ലോ, അതുപോലുള്ള ഇൻഡെക്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ പദ്ധതികൾ, സ്കീമുകളെ കുറിച്ചും അതിനകത്ത് കേരളത്തിന്റെ കുറച്ച് സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 പോയിന്റുകൾ അത് നിങ്ങൾ നോക്കണം, എക്സ്ട്രാ പോയിന്റുകൾ കണ്ടെത്തുക വേണം. അടുത്തത് അതിന് ക്ലാസ് 7 തന്നെ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ, ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു സവിശേഷതകൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ, നിറങ്ങൾ, പിന്നെ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോക്കേണ്ടതാണ്. അതല്ല എക്സ്ട്രാ പോയിന്റ്സ് കാണും. നിങ്ങൾ ബെയർ മിനിമം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളെങ്കിലും, സ്പീഡ് കൂടുതലാണെന്ന് അറിയാം, പക്ഷേ പെട്ടെന്ന് തീർത്തിട്ട് നിങ്ങൾക്കും പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് തീർത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും നോക്കുക. ഇനി അത് ക്ലാസ് 7 ആണ്. ഇനി ക്ലാസ് 9 വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ലോകത്തിന്റെ നെറുകയിൽ, അതിനകത്ത് എന്തായിരിക്കും, ഹിമാലയവുമായി ബന്ധപ്പെട്ട് കുറേ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ഹിമാലയം
നദികളുമായി ബന്ധപ്പെട്ട് പിന്നെ ആ പർവ്വനിരകളെ മൊത്തമുള്ള ആൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരമഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഉത്തരമഹാസമുദ്രം, നമ്മുടെ ഭാവർ, പിന്നെ അതുപോലെ ടെറായ് പോലെയുള്ള കൺസെപ്റ്റുകൾ, മൺസൂൺ, പിന്നെ റാബി, ഖാരിഫ് വിളകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. കുറെ പോയിന്റ്സ് അവിടെയും വരുന്നുണ്ട്, നോക്കി വെക്കുക. പിന്നെ ഭൗമ ചരിത്രം ഉറങ്ങുന്ന ഭൂമി എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. അതിപ്പോ എന്താ, ഹിമാലയം പറഞ്ഞു, ഉത്തരമഹാസമുദ്രം പറഞ്ഞു, അടുത്ത് പറഞ്ഞ പീഠഭൂമിയാണല്ലേ. അപ്പോൾ അതിനകത്ത് പീഠഭൂമികൾ, ഡെക്കാൻ പ്ലാറ്റു ഉണ്ട്, ഉപദ്വീപീയ പീഠഭൂമി വരുന്നുണ്ട്, അതിനകത്ത് ഉപദ്വീപീയ നദികൾ വരുന്നുണ്ട്, അതിനകത്ത് തന്നെ കുറെ മണ്ണിനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉപദ്വീപീയ നദികളൊക്കെ നോക്കിക്കോണം. ചാപ്റ്റർ ആയിട്ട്, ടാബുലർ കോളത്തിൽ തന്നെ സെപ്പറേറ്റ് പട്ടികയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കണം. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, SCRT-യിൽ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ തിരിച്ച് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പഠിച്ചോണം. ഏറ്റവും ചാൻസ് പെട്ടെന്ന് എടുത്ത് ചോദ്യം ഉണ്ടാക്കാനുള്ള എളുപ്പം കൊണ്ടായിരിക്കും അല്ലേ, ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്, ഉറപ്പായിട്ടും നോക്കണം. അത്തരത്തിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട് ഒരു ടേബിൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം. മണ്ണിനങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കുറെ ടോപ്പിക്സ് നമ്മൾ ഡൂൺസുമായി ബന്ധപ്പെട്ട് വരുന്നത്, പിന്നെ ബർക്കൻസ്, സ്ഥിരം PSC കുറെ ഇരകളായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്, കൂൺസ് ഇലകൾ, പിന്നെ അപവഹനം പോലെയുള്ള അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ അതിനകത്ത് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ നോക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി അതിനകത്ത് കൺക്ലൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഞാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഭാഗമൊന്നും കണ്ടില്ല, നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് വികസനത്തിന്റെ രേഖ എന്ന് പറയുന്ന ക്ലാസ് 7 ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് പൊതുചെലവ്, പൊതുവരുമാനം, നികുതി, പൊതുകടം, ബഡ്ജറ്റിന്റെ ഹിസ്റ്ററി, അതെങ്ങനെയാണ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നല്ല ചാപ്റ്ററാണ്, പൊട്ടൻഷ്യലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ചാപ്റ്ററാണ്. ഇനി ക്ലാസ് 9ലേക്ക്, അത് ക്ലാസ് 7ലാണ്. ക്ലാസ് 9ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ പല സെക്ടർ, നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറുകളെ കുറിച്ച് പറയുന്നുണ്ട്. GDP, NNP, GNP, പിന്നെ പെർ ക്യാപിറ്റ ഇൻഡെക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ PSCക്ക് വേണ്ട മിക്ക സാധനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ എക്കണോമിക്സ് മിക്കവാറും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ഇത് പോരാ. പക്ഷേ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ എപ്പോഴും നല്ല SCRT ആണ്. കാരണം ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും, വായിച്ച് നോക്കുക. എക്കണോമിക്സിൽ എനിക്ക് ഏറ്റവും നല്ല ചാപ്റ്റർ ആയിട്ട് തോന്നിയത് ഈ ക്ലാസ് 9ലെ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അതും കൊള്ളാം. പിന്നെ ക്ലാസ് 7ലേക്ക് വരുമ്പോൾ, ഇനി അത്ര കഴിഞ്ഞു കേട്ടോ, ക്ലാസ് 7, 9 പറഞ്ഞല്ലോ എക്കണോമിക്സ്. ഇനി അടുത്ത സയൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ക്ലാസ് 7ൽ വിളയിക്കാൻ 100 മേനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലേറിംഗ്, ബഡ്ഡിങ്, പിന്നെ കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കി വെക്കുക കേട്ടോ. ക്ലാസ് 7 ഒരു ചാപ്റ്ററിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക. പിന്നെ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന 2 ചാപ്റ്ററുകൾ 7ാം ക്ലാസ്സിലുണ്ട്. അതിനകത്ത് തന്നെ രക്തപരീനാവസ്ഥ, ഹൃദയം, അത്തരത്തിലുള്ള ആ ഭാഗങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ആസിഡുകൾ, ബേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിനകത്ത് ഇത് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ആസിഡ് ആണ് എന്നെങ്കിലും ബെയർ മിനിമം മനസ്സിലാക്കുക. പിന്നെ പ്രകാശം പ്രതിരോധിപ്പിക്കുമ്പോൾ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ പോയിന്റുകൾ. താപ നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് സംവഹനം, വികിരണം, നമുക്ക് വേണ്ട കുറേ പോയിന്റുകളാണ്. പിന്നെ കരക്കാറ്റ്, ആകാശ വിസ്മയം, ഗ്രഹണം, വൃദ്ധി, ക്ഷയം, ഇങ്ങനെ കുറേ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. പിന്നെ ക്ലാസ് 9ലേക്കുള്ള സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് പറയുന്നില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫിസിക്സിലെ ഒരു 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകൾ: പ്രകാശത്തിന്റെ അപവർത്തനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം. 4 ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് അതുപോലെ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയ 4 ചാപ്റ്ററുകളാണ്. ഒരു കാരണവശാലും ഞാൻ അതിൽ നിന്ന് ഇതെണ്ണം സെലക്ട് ചെയ്യുക എന്നിട്ട് അത് മാറ്റി എന്ന് പറയത്തില്ല. ആ 4 ചാപ്റ്ററുകൾ നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ഒരു 3 ചാപ്റ്റർ കൂടിയുണ്ട്: പ്രവക്ഷമ ബലം, പ്രവൃത്തിയും ഊർജ്ജവും, ധാരാവൈദ്യുതി, ശബ്ദം. അതിൽ പ്രവൃത്തിയും ഊർജ്ജവും ശബ്ദമെങ്കിലും ബെയർ മിനിമം നിങ്ങൾ നോക്കുക. അപ്പോൾ ഫിസിക്സ് 9 കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, ഉറപ്പായിട്ടും വായിക്കണം. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഉറപ്പായിട്ടും വായിക്കണം. പിന്നെ വരുന്നത് രാസബന്ധനവും റിഡോക്സും ആണ്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം പഠിച്ചെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആദ്യത്തെ 2 ചാപ്റ്ററും വായിച്ചിരിക്കണം. പിന്നെ 4 ചാപ്റ്ററുകളുണ്ട്: രാസഗതികം, ലായനികൾ, അലോഹങ്ങൾ, കാർബണിക രസാന്തരം. അതിൽ ലായനികളും അലോഹങ്ങളും എന്തായാലും വായിക്കുക. ബാക്കി 2ഉം വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയ ധാരണയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വലിയതായിട്ട് അഭിപ്രായം പറയാതിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾ, ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ ഉറപ്പായിട്ടും, കുറച്ച് സ്പീഡിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്രയും സ്പീഡിൽ പറയാൻ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അത്ര സ്പീഡിൽ പറഞ്ഞു വന്നത്. വേണമെങ്കിൽ വലിച്ചു കിട്ടി 20 മിനിറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് ചാപ്റ്ററുകൾ, മാക്സിമം ഒരു 10, 14, 12, 13 ചാപ്റ്ററേ പറഞ്ഞിട്ടുള്ളൂ. ഉറപ്പായിട്ടും 13 ചാപ്റ്റർ ഉണ്ടെങ്കിൽ മിനിമം ഞാൻ പറയാണ് 13 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും സമയം, ഏറ്റവും കൂടിപ്പോയ ഒരു
6 or 7 മണിക്കൂർ മതി ഇത്രയും ചാപ്റ്റർ തീർക്കാൻ, വായിച്ചെടുക്കാൻ. ഞാൻ രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയായപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ വായിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം മതി. അപ്പം നന്നായിട്ട് പഠിക്കാൻ ഒരു എക്സ്ട്രാ ഒരു 3-4 മണിക്കൂർ കിട്ടുവാണെങ്കിൽ നന്നായിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭാഗങ്ങളൊന്നും ഇതിനകത്തില്ല, നിങ്ങൾ ആൾറെഡി പഠിച്ചതുമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഷുവർ ഷോട്ടായിട്ട് നല്ലൊരു പോർഷൻ, നല്ലൊരു മാർക്ക്, നമ്മൾ ആൾറെഡി ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ തീർത്തവരായിരിക്കും. ഏകദേശം കുറേ ടോപ്പിക്ക് 40-50 ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലോട്ട്, മാർക്കിൻ്റെ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഈ ഒരു 13-14 മാർക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാജിക് നമ്പറിലേക്ക് നിങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. സോ സ്കിപ്പ് ചെയ്ത് കളയേണ്ട. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഇരുന്നിട്ട് ഈ ടോപ്പിക്കുകൾ കൂടി കൃത്യമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾ എത്തും. പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്ത് പോവുക. അത് നമ്മുടെ PDF പർച്ചേസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ലേ. നിങ്ങൾ ഇയാളെ എല്ലാ ദിവസം വന്നിട്ട് ഇത് പറയുന്നത്. പക്ഷെ മക്കൾ അതല്ല, നിങ്ങൾ ക്ലാസ്സുകളിൽ നിങ്ങളുടെ പെർഫോമൻസ്, എക്സാം ഹാളിൽ നിങ്ങളുടെ പെർഫോമൻസ് പക്ക ആവണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അത് എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ കടം വാങ്ങിക്കുക, എങ്ങനെയെങ്കിലും OMR ഷീറ്റിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്ക് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ PDF നമ്മൾ ഇറക്കുന്നുണ്ട്. ഇനി SCRT-യുമായി ബന്ധപ്പെട്ട് ഒരു PDF ഇറക്കിയാലോ നമ്മൾ ആലോചിക്കുന്നത് 5ാം ക്ലാസ്സിലെ 7ലെയും 9ലെയും പ്രധാനപ്പെട്ട SCRT ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ SCRT എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടിയാണ് പറയുന്നത്.